ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഹോം ഗാർഡനിലുള്ള ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ നമ്മളിവിടെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള തോരൻ, എല്ലായിടത്തും എങ്ങനെ ഉപ്പേരി എന്നൊക്കെ ചിലർ പറയും. അപ്പോൾ തോരനോ മെഴുക്കുവരട്ടിക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ നമ്മുടെ ഹോം ഗാർഡനിൽ നിന്നൊക്കെ ഉള്ളത് വെച്ചിട്ടാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ തോരനായിട്ടുള്ളത്. അപ്പോൾ എല്ലാം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ വീടിന് വേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഹോം ഗാർഡനിൽ നിന്ന് എന്താണ് ഇന്നത്തേക്ക് നമ്മൾ പറിക്കാൻ പോകുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിവിടെ പയർ ഇവിടെ പറഞ്ഞിട്ടിട്ടുണ്ട്, അതുപോലെ ഇവിടെ കപ്പ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെയും ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് വിചാരിക്കുന്നത് പയർ തോരൻ വെക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഉള്ള പയറുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചക്കത്തേക്ക് ധാരാളമാണ്. ഇന്ന് നമുക്ക് ഇതുകൊണ്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. കൂടെ നമ്മൾ വേറെ എന്തൊക്കെയുണ്ടെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. വാ, ഇനി നമുക്ക് കറിവേപ്പിൻ്റെ 2 തണ്ടും കൂടെ ഞാൻ ഒടിക്കുവാണ് നമ്മുടെ തോരൻ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ കാണും ഒരു കുഞ്ഞ് കറിവേപ്പും തൈ എങ്കിലും. ഇപ്പോൾ നമ്മളിത് സാധാരണ ഞാൻ ഇങ്ങനെയല്ല കട്ട് ചെയ്തെടുക്കാറ്, ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കാനാണ്. അപ്പോൾ നല്ല ബ്രാഞ്ചസ് ആയിട്ട് ഇത് വരുന്നത്. പിന്നിപ്പം വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറും 2 തണ്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി 1-2 കാന്താരിയും കൂടെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പറിച്ചു വെച്ചേക്കാം. തരാം. ഇത് കൈ നീറും കേട്ടോ കുഞ്ഞിൻ്റെ. കാണിച്ചേ, അമ്മയ്ക്കിങ്ങനെ തന്നെ. താങ്ക് യു. പിന്നെ നമ്മൾ മിനിഞ്ഞാന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. വേലിച്ചീര നമുക്ക് തോരൻ വെച്ചിരുന്നു. മുട്ടയൊക്കെ ഇട്ട് വേലിച്ചീര തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, കഴിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നിറയെ സ്ഥലത്ത് നമ്മൾ ഈ വേലിച്ചീര ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് തോരന് കിട്ടും. ഇത് ഈ ഏരിയയിലായിരുന്നു നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും വെള്ളരിയൊക്കെ വെച്ചത്. പക്ഷേ ഈ ഏരിയയുടെ എന്തോ വെയിലിൻ്റെ ആണോ എന്നറിയത്തില്ല, പ്രോപ്പറായിട്ട് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന്. അപ്പോൾ എങ്കിലും വെണ്ടയ്ക്ക നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് തീർന്നു തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയത് വരുന്നുണ്ട്. പിന്നെ വെള്ളരി കാണിച്ചു തരാം. കണ്ടോ വരുന്നുണ്ടെണ്ണം. പിന്നെ നമ്മുടെ പപ്പര, മിക്ക വീടുകളിലും കാണും പപ്പര തോരൻ, പപ്പരയ്ക്ക ചാറ് കറി. ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല, നല്ല ടേസ്റ്റുമാണ്. പിന്നെ തക്കാളി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടൊന്നും തന്നെ കിട്ടിയില്ലത്. കുറച്ച് വേണ്ട വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ ഏരിയയുടെ വെയിലിൻ്റെ ആണോ എന്താണെന്നറിയത്തില്ല, ഇവിടെ വെച്ചതെല്ലാം തന്നെ പോയി. പിന്നെ നമുക്കിത് മുരിങ്ങയില, ഇതുപോലെ വേലിച്ചീര പോലെ തന്നെ നമുക്കിത് മുരിങ്ങയില നല്ല തോരൻ വെക്കാനായിട്ട് മുട്ടയിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും. നമ്മളിവിടുത്തെ കോവൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ കോവൽ ആയി തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം പടലെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും കറി വയ്ക്കാൻ മാത്രം കോവയ്ക്കാൻ നമുക്ക് കിട്ടും. അതാണ് ഈ കോവലിൻ്റെയൊക്കെ ഗുണം. പിന്നെ നമ്മളിത് പുതിനയില, ഇത് ആക്ച്വലി നമ്മൾ ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടി കടയിൽ നിന്ന് മേടിച്ചതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ പോഷൻ വെച്ച് കിളുക്കുക. അതുകൊണ്ട് ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല, നമ്മൾ കിട്ടിയതിൽ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിൻ്റെ പോഷൻ വെച്ച് കിളുത്ത് വന്നതാണ്. പിന്നെ പച്ചമുളക് ഇവിടെ നമ്മൾ വേറെ കുറേ സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓരോ വളരെ കുറച്ചേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ പൂ പറിക്കുന്ന ഒരു ശീലമുണ്ട്. അവൾ ഇതെല്ലാം ഒരു ചെറിയ പൂ ഇടുമ്പോൾ തന്നെ അതങ്ങ് പറിച്ചു കളയും. അത് കാരണം പച്ചമുളകിൻ്റെ ഒരു ദുരവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ. കാരണം ഇവിടെ 2 സൈഡിൽ നമ്മളിങ്ങനെ വേലിച്ചീര ഉണ്ട്. അപ്പം ഇവിടെ നിന്നും കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ്. വേറൊരു ഐറ്റമാണ് ഈ ചുമലച്ചീര. ഇതും തോരൻ വെച്ച് ബെസ്റ്റ് ഐറ്റമാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തേക്കുള്ള പയർ നമ്മൾ പറിച്ചു. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ആൾ പപ്പയാണ്. പപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പപ്പായ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തിയേനെ. ഞാൻ കൂടുതൽ ചെടികളൊക്കെയാണ്, എനിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതാണ് നോക്കാറ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.